നമ്മൾ ഇപ്പോൾ ഈ 2025 നടന്ന യുദ്ധം, അത് നമ്മൾ വളരെയധികം ഭയത്തോടു കൂടിയാണ് ഇന്ത്യയിലുള്ള ജനങ്ങളും കേരളത്തിലുള്ള ജനങ്ങളും കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ യുദ്ധത്തിൽ നമ്മൾ നേരിട്ട് പങ്കെടുത്തിട്ടില്ല. നമ്മൾ യുദ്ധത്തിൻ്റെ ഇതായിട്ടുള്ള കെടുതികൾ നേരിട്ട് അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഈ യുദ്ധമുഖത്തുണ്ടായിരുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളായ പെട്രോളും ഡീസലും അതുപോലെ തന്നെ ഗ്യാസും പെട്രോളിയം ഉൽപ്പന്നങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നവർ ധാരാളമായിട്ട് ഇന്ത്യക്കാർ. അതുകൊണ്ട് നമുക്ക് അത് വളരെയധികം വിഷമവും നമ്മളെ സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് ഈ യുദ്ധം എന്ന് അവസാനിക്കും എന്നുള്ളത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെ രാജ്യത്ത് പുറത്ത് നടക്കുന്ന ഒരു യുദ്ധം, അല്ലെങ്കിൽ പുറമേ നടക്കുന്ന ഒരു കലാപമോ അല്ലെങ്കിൽ സംഘർഷമോ ഒരു ക്ഷാമമോ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മളെ രാജ്യത്തിന് പുറത്താണെങ്കിൽ നമ്മളെ അത് ബാധിക്കേണ്ട കാര്യമില്ല. കാര്യം നമുക്ക് അത്രത്തോളം രാജ്യത്തിന് ഭൂവിസ്തൃതിയുണ്ട്. ഭൂവിസ്തൃതി മാത്രമല്ല, ജനസംഖ്യ ഉണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക സ്രോതസ്സും സമ്പദ്ഘടനയും, നമ്മളെ സമ്പദ്ഘടനയും അത്രത്തോളം വലുതാണ്. നമ്മളെ രാജ്യത്ത് എത്രത്തോളം ജനസംഖ്യ ഉണ്ടോ അത്രത്തോളം തന്നെ, അല്ലെങ്കിൽ എത്രത്തോളം ഭൂവിസ്തൃതി ഉണ്ടോ അത്രത്തോളം തന്നെ വിസ്തൃതിയിലാണ് നമ്മളെ സമ്പദ്ഘടന ഇരിക്കുന്നത്. ഇന്ത്യയുടെ സമ്പദ്ഘടന ഏതാണ്ട് ഒരു വർഷത്തെ നമ്മളൊരു ബഡ്ജറ്റിൻ്റെ 10% മാത്രമേ ആവുന്നുള്ളൂ മൊത്തം പെട്രോളിൻ്റെയും മൊത്തം ഗ്യാസിൻ്റെയും ചിലവ്. അത്രത്തോളം വരുന്നുള്ളൂ. 10% വരുന്നില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 7-8% വരുന്നുള്ളൂ മൊത്തം ഒരു വർഷത്തെ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ. അതായത് ഒരു വർഷം നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ചിലവ് 7-8% വരുന്നുള്ളൂ. ബാക്കി 97 അല്ലെങ്കിൽ 98% നമ്മളെ സമ്പദ് വ്യവസ്ഥ വൈൽഡായിട്ട് കിടക്കുക. അങ്ങനെയുള്ള നമ്മളെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ പെട്ടെന്നൊന്നും സാധ്യമല്ല. പക്ഷെ നമ്മളിനി മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു 50 വർഷത്തേക്കുള്ള പ്രീ പ്ലാനിങ്ങോടുകൂടി നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് നമ്മളെ ഇന്ത്യ ഗവൺമെൻറ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങളാണ്. അത് നമ്മളെ ഭൂമിയിലെ, നമ്മളെ ഇന്ത്യൻ മണ്ണിൻ്റെ, നമ്മുടെ ഇന്ത്യയിലെ ടെമ്പറേച്ചറിനനുസരിച്ചുള്ള മാറി മാറി വീഴുന്ന മഴയും വെയിലും ഈ കാലാവസ്ഥയെ താങ്ങുന്ന രീതിയിലായിരിക്കണം ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം. ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണവും നമ്മൾ ഒരു പരിധിവരെ വരാനിരിക്കുന്ന ക്ഷാമത്തിൽ നിന്ന്, മഹാകെടുതിയിൽ നമ്മളെ രക്ഷിക്കും. അതായത് നമ്മൾ കൊച്ചു കേരളം എന്ന് പറയും, വാഴ ഫസ്റ്റിലാണെന്ന് പറഞ്ഞു. ഈ കൊച്ചു കേരളത്തിൽ എന്താ നടക്കുന്നതെന്ന്, ഈ കൊച്ചു കേരളത്തിൽ ഒരു വർഷം നമ്മൾ തിന്നു തീർക്കുന്ന അരിയുടെ കണക്കെന്ന് പറഞ്ഞാൽ 35 മുതൽ 36 ലക്ഷം ടൺ അരിയാണ്. അതിൽ നമ്മളെ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ, നമ്മളെ ആഭ്യന്തര ഉൽപ്പാദനം, കേരളത്തിലെ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ 5 മുതൽ 6 ലക്ഷം ടണ്ണേ ഉള്ളൂ. ബാക്കി 30 ലക്ഷം ടണ്ണ്. ഈ 30 ലക്ഷം ടണ്ണെന്ന് പറയുമ്പം ഏതാണ്ട് 82% നമ്മളെ നമ്മൾ തിന്നുന്ന അരി ഐറ്റം മാത്രം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുക. ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് 30 ലക്ഷം ടണ്ണ് അരി ഇറക്കുമതി ചെയ്യണമെങ്കിൽ 20 ടൺ കപ്പാസിറ്റിയുള്ള ലോറി, അതാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം ലോറി കേരളത്തിലോട്ട് ഒരു വർഷം ഓടണം. 1.5 ലക്ഷം ലോറി ഒരു വർഷം അരി കൊണ്ടുവരാൻ വേണ്ടി, നമുക്ക് തിന്നാൻ വേണ്ടി അരി കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിലോട്ട് ഓടണം. 20 ടൺ കപ്പാസിറ്റി ആണെങ്കിൽ. 30 ടൺ കപ്പാസിറ്റിയുള്ള ലോറി ആണെങ്കിൽ ഏകദേശം 1,10,000 ആ ഒരു റേഞ്ചിലൊക്കെ കേരളത്തിലോട്ട് വണ്ടി ഓടണം. അപ്പോൾ ഒരു വർഷം 1,10,000 മേളിൽ വണ്ടി, അതായത് ലോറി, ഹെവി വെഹിക്കിൾസ് ഓടണം. അപ്പോൾ ഈ നമുക്ക് വിപ്ലവകരമായ മാറ്റം സംഭവിക്കേണ്ട എവിടെയെന്ന് വെച്ചാൽ ലോറി, അതായത് ഹെവി വാഹനങ്ങളിൽ ഇലക്ട്രിക്കിൻ്റെ അകത്ത് തന്നെ സോളാർ സിസ്റ്റം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സംവിധാനം ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മളെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയിൽ അതിനെ വികസിപ്പിച്ച് കൊണ്ടുവരണം. അങ്ങനെയുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ആ സാങ്കേതിക രംഗത്ത് വരേണ്ടത്. എങ്കിലേ വരാനിരിക്കുന്ന ക്ഷാമത്തെ, പുറത്ത് എന്തായാലും ഇനിയൊരു പ്രശ്നം ഉണ്ടാവും. ഇറാൻ ഇത്രത്തോളം ശക്തമായിട്ട് നിൽക്കുന്ന സ്ഥിതിക്ക്, അതുപോലെ തന്നെ റഷ്യയൊക്കെ ഇനിയിപ്പം റഷ്യയുടെ തലവൻ എന്തായാലും എന്തായാലും ഒരു 3-4 വർഷത്തിനുള്ളിൽ മാറാൻ സാധ്യതയുണ്ട്.
പുടിൻ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ ഇനിയും വരുന്നത് ചിലപ്പോൾ ഒരു നാശകാരിയായ ഒരു പ്രസിഡൻ്റാണെങ്കിൽ റഷ്യക്ക് വരുന്നത്. യുദ്ധം ഇതേപോലൊന്നുമല്ല. ട്രംപോ അല്ലെങ്കിൽ ഏതെങ്കിലും അമേരിക്കൻ രാജ്യങ്ങൾ ഗൾഫ് കൺട്രീസിനെ അടിക്കുവാണെങ്കിൽ റഷ്യ അവരോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യും. അപ്പം വലിയൊരു മഹാമാരിയായിട്ട് അത് തീരും. അപ്പോൾ ഇതേപോലെ പെട്രോൾ ലഭ്യമല്ലാതെ വരും. പെട്രോൾ ഉൽപ്പന്നങ്ങളും. അങ്ങനെ വരുന്നതിന് മുന്നേ തന്നെ നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ് അതിനെ മുൻകൂട്ടി കണ്ടിട്ട് നടപടി സ്വീകരിക്കണം. അപ്പോൾ 1,00,000 പുറത്ത് ലോറി അരിയാഹാരമായിട്ട് മാത്രം വരുന്നുണ്ട്. അത് മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മളെന്ത് കഴിക്കുന്നു? ഗോതമ്പ് കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും, എല്ലാ ജോലിക്കാർക്കും വിശക്കുമ്പോൾ അവർ ഓടിപ്പോയി കഴിക്കുന്ന 2 പൊറോട്ട 3 പൊറോട്ട മൈദാമാവ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചരി, ഉഴുന്ന്, ഇതെല്ലാം മുളക്, പച്ചക്കറികൾ, ഇതെല്ലാം നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ലോറി കയറ്റിക്കൊണ്ടുവരുമോ. അപ്പോൾ ഒരു ദിവസം ശരാശരി ഒരു 1500 ലോറിയെങ്കിലും, 22-ൻ്റെ 1500 ലോറിയെങ്കിലും നമ്മളെ കേരളത്തിലോട്ട് ഒരു 1500 ലോറിയെങ്കിലും ഒരു ദിവസം ശരാശരി ഭക്ഷ്യോൽപ്പന്നവുമായിട്ട് വന്നെങ്കിലേ നമുക്ക് അങ്ങനെ ഈ 1500 ലോറി വന്ന് നമുക്ക് ഭക്ഷ്യം എത്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നതെന്ന് നമ്മൾ കേരളീയർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. നമ്മൾ എടുത്തിയാടി എപ്പോഴും ലോറി ഡ്രൈവർമാരെയും എന്തെങ്കിലും വിഷയം ഉണ്ടായ ഉടനെ ലോറി തടയുക, ഇങ്ങനെയുള്ള പരിപാടി ചെയ്യും. പക്ഷെ അവർ നമുക്ക് ആഹാരം ഇത്രത്തോളം ഒരു 1500 ലോറിക്കടുത്ത് അല്ലെങ്കിൽ ഒരു 1000 ലോറിക്കടുത്ത് 22-ൻ്റെ കപ്പാസിറ്റിയുള്ള ഓടുന്നുണ്ടാണ് നമുക്ക് ഫുഡ് എത്തുന്നത്, ആഹാര പദാർത്ഥങ്ങൾ. അപ്പം നമ്മൾ ആ ഒരു മേഖലയിൽ ഹെവി വെഹിക്കിൾസിൻ്റെ അകത്ത് ഇലക്ട്രിക് സാങ്കേതികവിദ്യ കൊണ്ടുവരണം. അതാണ് നമ്മളെ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം. അങ്ങനെയെങ്കിൽ നമുക്ക് ക്ഷാമത്തെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ.